അറിയാം ദിലീപിന്റെ മുഖത്ത് നല്ലോണം സൂക്ഷിച്ചു നോക്കണം. മനസ്സിലായ? ദിലീപിന്റെ കുറ്റബോധം ദിലീപിന്റെ മുഖത്തുണ്ട്. എനിക്ക് ദിലീപിനോട് ഒരു വൈരാഗ്യമില്ല. ദിലീപിനെ കൊല്ലണമെന്നോ ദിലീപിന് ശിക്ഷ കിട്ടണമെന്നോ ഒന്നും എനിക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ്. ഒരു ദിവസം മാത്രം കോടതിയിൽ വന്നപ്പോൾ ഞാൻ കണ്ടു. പറയാൻ പറ്റുമോ? നിങ്ങൾ മുഖം നമുക്ക് കാണാലോ. അയാൾ എത്രയോ ചാനലിലൂടെ നടക്കുന്നു, എത്രയോ പരിപാടികൾ ചെയ്യുന്നു. ഞാൻ പഴയ കണ്ട ദിലീപിന്റെ മുഖമേ അല്ല ഇപ്പോൾ. ദിലീപിനെ സംബന്ധിച്ച് ആ കുറ്റബോധം അയാളുടെ മുഖത്തുണ്ട്. മുഖം നോക്കിയിട്ടാണോ കോടതി വിധി പറയണ്ടേ? എന്താ എൻ്റെ അഭിഭാഷക മേഡം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് ഉള്ള വില മൊത്തം കളയല്ലേ. മുഖം നോക്കിക്കൊണ്ടല്ല കോടതി വിധി പറയുന്നത്. അവിടെ കൃത്യമായി തെളിവുകൾ വേണമെന്നുള്ളതാണ്. ദിലീപിന്റെ മുഖത്ത് വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് 19 വയസ്സോളം ആയി. അയാളുടെ മുഖത്ത് മാറ്റങ്ങൾ വരും. ഒരാളെ നിങ്ങൾ എല്ലാവരും കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് കുറ്റക്കാരനല്ല എന്ന ബോധം ഉണ്ടാകുമ്പോൾ അയാൾ മാനസികമായി തകരും. ഇവിടെ ഇര തകർന്നതുപോലെ തന്നെ ഈ പ്രതി ചേർക്കപ്പെട്ട കുറ്റവിമുക്തനായ ആൾക്കും ഭാവമാറ്റങ്ങൾ ഉണ്ടാവും. മുഖത്ത് സങ്കടം കാണുന്നുള്ളതാണ്. ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ പോലും അഭിഭാഷകയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവളോടൊപ്പമാണ് എന്നുള്ള പ്രഹസനം പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾക്ക് പറ്റുന്നില്ല. ഭാഗ്യലക്ഷ്മിയൊക്കെ ഇടക്കിടക്ക് പറയുന്ന വാക്കാണ് ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ളത്. ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോ കണ്ട് പല ആളുകളും തെറി വിളിക്കുന്നത് കണ്ടു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കൃത്യമായി കിട്ടുന്ന ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. അതിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടാകാം, പല ആളുകളും പറഞ്ഞ വീഡിയോസ് ഉണ്ടാകാം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം, സഹതടവുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ ദിലീപിനെ ഇതിലെങ്ങനെ പൾസർ സുനി പെടുത്തിയെന്നും പൾസർ സുനി എന്തായിരുന്നു പ്ലാൻ ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റയാണ്. കൃത്യമായ ഡാറ്റ. പൾസർ സുനി എന്ന് പറയുന്ന കൊടൂര ക്രൂരകൃത്യം ചെയ്ത ആ വൃത്തികെട്ടവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വാക്കുകൾ കൂടി വെറുതെ ഒന്ന് കേൾക്കുക. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നമുക്ക് അങ്ങ് തുടങ്ങാം. സഹതടവുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ 3 വർഷം മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. കേൾക്കാം. പൾസർ സുനി ജയിലിൽ വെച്ച് ഞങ്ങളുടെ സഹതടവുകാരോട് പറഞ്ഞത്, കുളിക്കാൻ പോകുമ്പോഴൊക്കെ പറഞ്ഞത്, എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല, ചാലക്കുടിയിൽ നിന്ന് ഒരു തന്നെ ചുമക്കണമെന്നും പറഞ്ഞാണ് എൻ്റെ കൂടെയുള്ള പിള്ളേരെ, പ്രതികളായ കൂടെയുള്ള പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നെ തെറ്റ് ഞാൻ ചെയ്ത് തന്നെ ഇതിനകത്ത് ഇനി എന്ത് ശിക്ഷ ഞാൻ അനുഭവിക്കാനും തയ്യാറാണെന്നൊക്കെ അവൻ മറ്റുള്ളവരുടെ സഹതടവുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. അവന് ഈ കിട്ടിയ ശിക്ഷ പോരാ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവന് കിട്ടേണ്ടത് ഇതിന് വലുതാണെന്നുള്ളതാണ്. അവന്റെ കുറെ പഴയ കാലത്തെ കേസുകൾ കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ പുറത്തു വിട്ടതാണ്. പക്ഷെ ഇന്ന് അതൊന്നും പറയുന്നില്ല. ഇത്ര വലിയ ക്രൂരനായ ഒരു മനുഷ്യൻ ഒരു നടന്റെ പേര് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെ കാലങ്ങൾക്ക് മുമ്പ് പൾസർ സുനിയെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ പറഞ്ഞിട്ടുണ്ട്. 8-9 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ 2014 ഒരു മാർവാടിയുടെ കണ്ണില് മുളക് സ്പ്രേ അടിച്ച് അയാളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കഥയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പൾസർ സുനിയുടെ കൂടെയുള്ള കുറ്റവാളികൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും ഞാനൊന്നും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. തുടർന്ന് കേൾക്കാം. അതിനുശേഷം പിന്നെ സെല്ലിൽ വെച്ച് ഇത് ദിലീപിനെ കുരുക്കാനുള്ള ഗൂഢാലോചനകൾ നടത്തിയെന്ന് താങ്കൾ പറയുകയുണ്ടായി. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അപ്പോ ഈ സംഭവം ചെയ്ത് ഇവൻ ഇതിനു മുമ്പും അനേക നടിമാരെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മേന എന്ന് പറയുന്ന നടിയുടെ ഞാൻ ഇതാ കേട്ടതാണ്. അവരെ ഇങ്ങനെ വണ്ടിക്കകത്ത് കയറ്റി ചുറ്റിക്കറയിക്കൊണ്ട് ഇപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി അവരെ ഭർത്താവിനെ വിളിക്കുകയും അവര് ആ ഭർത്താവ് തക്ക സമയത്ത് നിന്നെക്കൊണ്ട് അവർ ദൈവടയാക്കി. അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടില്ല. പിന്നെ അനേക കാര്യങ്ങൾ അവന്റെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഈ 4-5 കൊല്ലം അവനെ കൊണ്ട് മറന്നുപോയി. പിന്നെ അവനെ കുറിച്ചിട്ട് ജയിലിൽ നിന്ന് തന്നെ പല കഥകളും കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന് പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അയാളുടെ ഭാര്യയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പേര് ഇയാൾ പറഞ്ഞാൽ മ്യൂട്ടാക്കി കളഞ്ഞു. ആ പേരുകൾ ഇനി വലിച്ചിഴക്കേണ്ടതായിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് നേരെ ഇവൻ ഇതേ വൃത്തികേടുകൾ ചെയ്തു എന്ന് ഭാഗ്യലക്ഷ്മി തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഭാഗ്യലക്ഷ്മി അവളോടൊപ്പമാണല്ലോ. പൾസർ സുനിയുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരവകാശപ്പെടുന്നുണ്ട്. ഈ ഗൂഢാലോചന നടന്നു താങ്കൾ പറയുന്നല്ലോ ദിലീപിനെ കുരുക്കാനുള്ള, അതേക്കുറിച്ചൊന്ന് പറയൂ. അത് പറയാം. അവര് ഈ നടിയെ കൊണ്ടുവന്ന് അർദ്ധരാത്രി പിന്നെ കാക്കനാട് വാഴക്കാര സംവിധായകൻ ലാലിന്റെ വീട്ടിൽ ഇറക്കി വിടുകയും അവിടെ ചെന്ന് ഇവൻ വിചാരിച്ചു ഇവര് പബ്ലിസിറ്റി ആക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആയപ്പം ഇത് കേസുമായിരുന്നു. ഇവന് ജയിലിൽ വന്നപ്പം ഇവനെ എല്ലാവരും കൈ ഒഴിയുമല്ലോ, ഇവൻ അകത്തായി പോകുന്നുള്ള തോന്നൽ അവനുണ്ടായപ്പം ഇവന്റെ അടുത്ത് മറ്റുള്ളവർ ചോദിച്ചു, ഇപ്പം ഈ നടിക്ക് ആരെങ്കിലുമായിട്ട് ഇപ്പം നിലവിൽ ഉടക്കുണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടോ നോക്കിയപ്പോൾ ഇന്ന ആള് 3-4 പടം ഇപ്പം അടുത്ത സമയത്ത് ഈ നടിയുടെ മുടക്കിയിട്ടുണ്ട്. അതിനെ കൊണ്ട് ആ നടന്റെ പേരിൽ വെച്ചു കൊടുത്താൽ ഒരു തെളിവും ഇല്ലാതെ പോവും, എനിക്കും രക്ഷപ്പെടാം. മാർക്കിന്റെ വീഡിയോ പോലെ ആരെങ്കിലും എഴുതി ഇത് നോക്കി വായിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ചിലപ്പോൾ ഞാൻ അത് പറയും. അതുകൊണ്ട് പറയാണ്, ഞാൻ ഈ വീഡിയോ 3 വർഷം മുമ്പ് കണ്ടതാണ്. പിന്നീട് ഞാൻ വീണ്ടും തെരഞ്ഞു പിടിച്ചിട്ടാണ് ഈ വീഡിയോ കൊണ്ടുവരുന്നത്. കാരണം ഇത് ഇപ്പൊ പ്രസക്തിയുള്ള ഒരു ഭാഗമാണെന്നുള്ളതാണ്. അയാൾ പറഞ്ഞ പല വാക്കുകളും ദിലീപും ഈ നടിയും തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ആൾക്കാർക്ക് അറിയാം. അത് ഈ സിനിമ ഗോസിപ്പ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ പൾസർ സുനിക്ക് കൃത്യമായിട്ട് അത് വ്യക്തമായിട്ടും അറിയാന്നുള്ളതാണ്. പൾസർ സുനി സിനിമാ മേഖലയിൽ കുറെ കാലം ഉണ്ടായിരുന്നല്ലോ.
ഇവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്ന വാക്കുകളുടെ അപ്പുറം സുനി പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾ സുനി പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്ന ആളാണല്ലോ. സിനിമയിൽ നല്ല പിടിപാടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വൃത്തികേടുകൾ അവനെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോ അവിടെയുള്ള പ്രശ്നങ്ങൾ അവനെ അറിയാം. അതുകൊണ്ട് ദിലീപിന്റെ പേര് വലിച്ചിഴച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുത്തി. അദ്ദേഹം കേട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആരൊക്കെയാണ് നിങ്ങളോടൊപ്പം ആ സെല്ലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ? ഈ എന്റെ സെല്ലില്ല, തൊട്ടടുത്ത സെല്ലില് നിത്സൻ, ദിശാകൊല കേസിലെ പ്രതി ആമിറുൽ ഇസ്ലാം, വിഷ്ണു, നിത്സൻ, ഇവർ 4 പേരാണ് കടന്നത്. അപ്പോൾ ആരാണ് ഈ പൾസർ സുനിക്ക് ദിലീപിനെ കുരുക്കാനുള്ള ഉപദേശം കൊടുത്തത്? ഇവർ 3 പേരും കൂടിയാണ്. പിന്നെ താങ്കൾ ഒരു അഡ്വക്കേറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ജയിലിനുള്ളിൽ. അഡ്വക്കേറ്റ് ആണ് കത്തെഴുതിയത്. അപ്പോ ഈ കയ്യക്ഷരം പൾസർ സുനിയുടേതല്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, ഈ ഒരു കയ്യക്ഷരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അതിജീവിതയുടെ വക്കീൽ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് വാദിക്കുന്നത്. എന്നാൽ പോലും അവർ പറഞ്ഞൊരു വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി പറഞ്ഞത് പൾസർ സുനി ഈ ഒരു ക്രൂരകൃത്യം ചെയ്തൊരു മനുഷ്യനാണല്ലോ, ക്രൂരനാണല്ലോ, അയാൾക്ക് ഇത്രയും നല്ല കയ്യക്ഷരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചത്രേ. എന്നതിന്റെ ശേഷം അത് പൾസർ സുനിയുടെ ആണ് എന്ന് കണ്ടെത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് മറ്റൊരാൾ എഴുതിയതാണെന്നുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ട്. ആ കയ്യക്ഷരം പൾസർ സുനിയുടേതല്ല. പൾസർ സുനി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾ എഴുതിയത്. ആ എഴുതിയ ആള് ഒരു അഡ്വക്കേറ്റ് ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. അയാളുടെ പേര് വിപിൻ ലാൽ അങ്ങനെ എന്തോ ആണ്. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കത്ത് എഴുതിച്ചതാണ് എന്നുള്ളത്. ഇയാൾ പിന്നെ വലിയൊരു പോയിന്റിലേക്കും കൂടി കൈ നീട്ടുന്നുണ്ട് കേട്ടോ. അതും കൂടി നമ്മൾ കേൾക്കണം. ഇവർക്ക് കത്തെഴുതാനുള്ള പേപ്പറും പേനയും എവിടെ നിന്ന് കിട്ടി? പേപ്പറും പേന ഈ സജിലാൽ എന്ന് പറയുന്ന കക്ഷി, ഈ വക്കീൽ എന്ന് പറയുന്ന ആള് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അവിടെ അപേക്ഷ എഴുതിയും അവിടെ സ്റ്റോർ റൂമിൽ നിൽക്കുന്ന ഒരാളാണ്. ഇന്റർവ്യൂ സഹതടവുകാർക്ക് ഇന്റർവ്യൂ വിളിക്കാനും ആരെങ്കിലും കാണാൻ വന്നാൽ വിളിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ 2 പേപ്പർ ജയിലിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് വലിയ കാര്യമൊന്നും. അപ്പോൾ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കായിരുന്നു, ഈ അഡ്വക്കേറ്റ് സജിൻ? ശിക്ഷയല്ല, റിമാൻഡിലായിരുന്നു. അപ്പൊ അയാളാണ് ഈ ഉപദേശം, അതായത് ദിലീപിനെ കുരുക്കാനുള്ള ഗൂഢാലോചന പൾസർ സുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും ഈ കത്ത് എഴുതിയതും ഈ പറയുന്ന സജിലാലാണ് അല്ലേ? സജിലാലാണ് കത്ത് എഴുതിയത്. ഇവരെ 3 പേരുടെ ബ്രെയിൻ ആണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കാശ് മേടിക്കാം, പേടിപ്പിച്ച് കാശ് മേടിക്കാം. വിഷ്ണു, നിത്സൻ, സജിലാൽ. ദിലീപിൽ നിന്നും പണം തട്ടാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ച ഈ സജിൻ ലാൽ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേര് വിപിൻ ലാലാണോ ഈ ശരത് ലാലാണോ അന്നത് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും പേരിന്റെ തട്ടത്ത് ലാൽ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ അവിടെ നിൽക്കട്ടെ. കാരണം ലാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന, അത് അന്ന് മുതലേ നിൽക്കുന്നതാണ്. ഇന്നും വലിയ സംശയങ്ങൾക്ക് അങ്ങനെ കിടക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇവര് 3 പേര് ചേർത്ത് കൊണ്ടുണ്ടാക്കിയ പ്ലാൻ ആണ് എന്നുള്ളതാണ്. ഇനി ഈ കത്ത് എഴുതുന്നത് കണ്ടു എന്ന് പറയുന്ന ജിംസൺ എന്ന് പറയുന്ന വ്യക്തി കൂടി ഇതിൽ പങ്കാളിയാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടത്. ഇനി ജിംസന്റെ ഒരു വീഡിയോ ഉണ്ട്, കാണാം. 3 വർഷം മുമ്പ് വന്ന തന്നെ കേട്ടോ. അതെ അതെ. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ജിൻസൺ അടുത്തുണ്ടോ? അല്ല, ഞാൻ അവിടെ ഓർഡർലി മേസ്തിരിയായിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെല്ലിലേക്ക് പോവും. അപ്പോൾ ഞാനൊരു ദിവസം ചായ കുടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ ചായ കഴിക്കാനായിട്ട് സെല്ലിലേക്ക് വന്ന സമയത്താണ് അവരെന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നത് കണ്ടത്. അതിനകത്ത് പകൽ പോലെ വ്യക്തമാണ്. അതിനകത്ത് കോടതിക്ക് അറിയാം, പോലീസിനറിയാം, CCTV ദൃശ്യങ്ങളുണ്ട് അതിനകത്ത്. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ആൾ സൂചിപ്പിക്കുന്നത്, ഇതാണ് പോയിന്റ്. അവിടെ CCTV ക്യാമറ ഫൂട്ടേജ് ഉണ്ട്, പോലീസുകാർക്ക് അറിയാം, ഞാൻ കണ്ടതാണ്. 2 സഹതടവുകാർ പറയുന്നു അത് ഞങ്ങൾ കണ്ടതാണ്. ദിലീപിന്റെ പേര് മനഃപൂർവ്വം ആ കത്തിൽ എഴുതിപ്പിച്ചതാണ് എന്നുള്ളത് അത് വിപിൻ ലാൽ പറയുന്നുണ്ട്. അത് നമ്മൾ വീഡിയോന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഇദ്ദേഹം പറയുന്നത് കേൾക്കട്ടെ. ജയിലിൽ വെച്ച് എഴുതിയ കത്ത് ഈ സജിലാൽ പൾസർ സുനിയുടേതെന്ന പേരിൽ എഴുതിയ കത്ത് എങ്ങനെയാണ് പുറത്തു വന്നത്? അത് പുറത്തു വന്നത് സഹതടവുകാര്, അത് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയല്ല. സാധാരണ ജയിൽ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരത്തിൽ വെച്ചാണ് അത് പുറത്തു കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് കത്ത് പുറത്തെത്തിയത്. മൂലത്തിൽ കയറ്റി വെച്ചിട്ട് അത്ര കത്ത് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കൊള്ളാം. ഇതേപോലെ അവർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ മൂലാധാരത്തിലൂടെ കയറ്റി കൊണ്ടുവന്നാണ് ഇയാൾ പറയുന്നുണ്ട്. അടിപൊളി. പിന്നെ പൾസർ സുനി എന്തൊക്കെയാണ് ഈ ജയിലിൽ വെച്ച് ഇതേക്കുറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞത് അതൊന്ന് ഓർത്തെടുത്ത്. അത് ദിലീപ് ഏട്ടനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഈ സ്ത്രീയെ അപായപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തി ഇതിനകത്ത് എന്തെങ്കിലും നിലനിൽപ്പില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ പറയുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ദിലീപ് ഏട്ടന് വേണ്ടി ചെയ്തതാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ അനൂപേട്ടനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് പൾസർ സുനി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് എന്നാണ് ഇയാളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കുറച്ചേ എടുക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലെങ്കിൽ പൾസർ സുനി എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഇത്രയും വലിയ ആഡംബര വാഹനങ്ങൾ യാത്ര ചെയ്യുക? അതായത് ഒരു പണിക്കും പോകാത്ത മനുഷ്യന് എവിടുന്ന് ഇത്രമാത്രം സമ്പാദ്യം, കോടിക്കണക്കിന് രൂപ എങ്ങനെ ഇത്രയും നാള് കോടതിയിൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. ജാമ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും വക്കീലിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ഫണ്ട് വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് പോലീസുകാർക്ക് അന്വേഷിച്ചാൽ തന്നെ ഇയാളുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷെ അതിനൊന്നും
ഒരു തരത്തിലുള്ള അന്വേഷണവും പോലീസുകാർ നടത്തിയിട്ടില്ല. ഈ കത്ത് എഴുതുന്നത് താങ്കൾ കണ്ടതാണെന്നല്ലോ താങ്കൾ പറഞ്ഞത്. സത്യമാണ്, അത് എവിടെ വേണമെങ്കിലും പറയാം. അത് അടുത്ത സെല്ലിൽ വെച്ച് ഇവർ എഴുതുന്നത് ആരാണ്? ഈ അഡ്വക്കേറ്റ് അല്ലേ? അദ്ദേഹം എഴുതുന്നതാണ് താങ്കൾ കണ്ടത്. അപ്പൊ ഈ കത്ത് ഒരിക്കലും പൾസർ സുനിയുടെ കൈക്ഷരമല്ലെന്നും ഇതേത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന് പറ്റുമെന്നും താങ്കൾ വിശ്വസിക്കുന്നു. അത് തെളിഞ്ഞൊരു കഥയും കൂടിയാണെന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വിപിൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേരിൽ കൺഫ്യൂഷൻ കിടക്കുന്നു. ഇപ്പോ അയാൾ പറയുന്നത് കേൾക്കാം. സുനിയുടെ ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത്. ജയിലധികൃതരെയും സുനിയുടെയും ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത്. ദിലീപിന് ഇതുമായിട്ട് ഒരു പങ്കുമില്ല. ഇത്രയും പോരടോ, ഇത്രയും പോരെ ചോദിക്കുകയാണ്. ദിലീപിന്റെ പേര് ഇതിൽ വലിച്ചു വെച്ചതാണെന്ന് പ്രതികൾ തന്നെ പറയുന്നു. സുനി മാത്രമാണ് അതിൽ ഉറച്ചു നിന്നിട്ടുള്ളത്. കാരണം ഉറച്ചു നിന്നിട്ടില്ല, സുനി ഒന്നും തുടക്കത്തിൽ അത് പറഞ്ഞിട്ടില്ല. സുനി അത് മാറ്റി മാറ്റി പറഞ്ഞതാണ്. ഇര പോലും ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എപ്പോഴോ ചേർക്കപ്പെട്ടതാണ്. ഈ ഫസ്റ്റ് മൊഴി കൊടുക്കുമല്ലോ, ഈ ഒരു സമയത്ത് പറയാത്ത കാര്യങ്ങൾ പിന്നീട് ആഡ് ചെയ്തതാണ്. പിന്നെ മഞ്ജു വാര്യരുടെ മൊഴിയാണ് വലിയ സംശയം. ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി മൊഴി കൊടുത്തതല്ല കോടതിയിൽ വന്ന് സംസാരിക്കുന്നത്. അതായത് മൊഴിയിൽ എഴുതി വെച്ച സാധനങ്ങൾ മഞ്ജു വാര്യർക്ക് പലതും അറിയില്ല, പുതിയത് ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഞ്ജു വാര്യരുടെ മൊഴികൾ തള്ളിക്കളഞ്ഞത്. കാരണം പല ആളുകളുടെയും മൊഴി പോലീസുകാർ എഴുതി ചേർത്തതാണെന്ന് അവര് തന്നെ കോടതിയിൽ പൊളിച്ചടക്കി. കോടതിയാണ് ഇത് പൊളിച്ചടക്കിയത്, അല്ലാതെ ദിലീപ് പണം വാരി എറിഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല. പിന്നെ ദിലീപിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരു വീട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കറക്റ്റ് ഫാക്ട് മാത്രമേ ഇവിടെ സംസാരിക്കാറുള്ളൂ, വിത്ത് എവിഡൻസ് ആണ് സംസാരിച്ചിട്ടുള്ളൂ. ഈ സഹതടവുകാര് 2 പേര്, ജിൻസൺ അതുപോലെ വിപിൻലാൽ 3 പേര്, പിന്നെ ഈ ഒരു ആളും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ദിലീപിന്റെ പേര് വലിച്ചഴക്കാൻ ശ്രമിച്ചാണെന്ന് 3 വർഷം മുമ്പ് 8 വർഷം മുമ്പൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ചില ആളുകളുടെ ഒരു ചെറിയ ടാർഗറ്റ് ആയിരുന്നു ദിലീപിനെ തകർക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അതിജീവിതയോടൊപ്പം എന്ന പ്രഹസന നാടകം കളിച്ചുകൊണ്ട് ദിലീപിന്റെ പേര് ഇങ്ങനെ വലിച്ചഴക്കുകയാണെന്നുള്ളതാണ്. ഇനി ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ചെയ്ത മറ്റൊരു കാര്യം, ഈ ലാൽ എന്ന് പറയുന്ന വ്യക്തി പൾസർ സുനിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പൾസർ സുനിയ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന പ്രൊഡക്ഷൻ കൺട്രോളറായ ആൾ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു വാർത്ത നടന്നിരുന്നു എന്നുള്ളതാണ്. ഇതൊന്ന് കാണാം. 3 വർഷം മുൻപ് പാലായ്ക്ക് സമീപമുള്ള കിടങ്ങൂരിനെ വിറപ്പിച്ച കൊടും ക്രിമിനലാണ് പൾസർ സുനി. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മാർവാടി യുവാവിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് ലക്ഷങ്ങളാണ് അന്ന് സുനി തട്ടിയെടുത്തത്. 2014 മെയ് 19 പാലായിലെ വിവിധ ജ്വല്ലറികളിൽ സ്വർണം നൽകിയതിന് പണവുമായി KSRTC ബസ്സിൽ കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്നു മുംബൈ സ്വദേശിയായ യുവാവ്. ഇയാളെ ആക്രമിച്ച യുവാക്കളുടെ 8 അംഗ സംഘം 7 ലക്ഷം രൂപയാണ് അന്ന് തട്ടിയെടുത്തത്. പെരുമ്പാവൂർ കോടനാട് സ്വദേശിയായ സുനിൽ എന്ന യുവാവായിരുന്നു കേസിലെ പ്രധാന പ്രതി. പൾസർ ബൈക്കിൽ പിന്നാലെ പോയ സുനിലും സംഘവും കിടങ്ങൂരിലെത്തിയപ്പോൾ ബസ്സിൽ കയറി മാർവാടി യുവാവിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച പണം തട്ടിയെടുക്കുകയായിരുന്നു. 2014 നടന്ന ഒരു വാർത്തയാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് നടിമാരുടെ വീഡിയോസ് ഉണ്ട് എന്ന് ഇപ്പൊ ഭാഗ്യലക്ഷ്മി ഒക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കുറെ ആളുകൾ പറയുന്നു, രംഗത്തും വരുന്നുണ്ട്, ഇയാൾ ഇത്ര വൃത്തികെട്ടവനാണെന്നുള്ളത്. പണം തട്ടാൻ വേണ്ടി ആൾ ചെയ്ത ഒരു കാര്യത്തിലേക്ക് ദിലീപിന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ചു. ഇനി ഇതിൽ മറ്റൊരാളുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഇനി ആ ഒരു ജ്വല്ലറിയിലെ ആളുകൾ പറയുന്നത് അയാളുടെ മുഖം മറച്ചു വെച്ചിട്ടുണ്ട്, കാരണം ഭയമാണ് ഇയാളെ എന്നാണ്. വണ്ടി നിർത്തിയപ്പോൾ കയറി കുരുമുളക് സ്പ്രേ അടിച്ചിട്ട് ഈ പൈസയും തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതാണ് സംഭവം. അത് ഇപ്പം അറിയാൻ അവനാന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഞെട്ടല്. പേടി മൂലം മുഖം മറയ്ക്കണമെന്ന് ഇയാൾ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. കിടങ്ങൂർ കവർച്ച കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ സുനി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെ ഏറ്റുമാനൂർ കോടതി ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോഴെല്ലാം സിനിമാ സെറ്റുകളിൽ പ്രമുഖരുടെ സാരഥിയായി സുനി വിലസുകയായിരുന്നു. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. കേട്ടില്ലേ? ഇനി എന്തിനാടോ കുറെ തെളിവുകളൊക്കെ? ഇവിടെ ദിലീപിനെ വെള്ള പൂശേണ്ട കാര്യം ഒരു മനുഷ്യനും ഇല്ല. വിധിപ്പകർപ്പ് എടുത്തെന്ന് വായിച്ചാൽ മതി. അത് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ അർപ്പൊന്നും വേണ്ട. ഇരക്ക് നീതി കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ CBIക്ക് കേസ് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളെല്ലാവരും ചേർന്ന് ഒന്ന് പ്രചരണം നടത്തുക. എന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ച രീതി നിങ്ങൾ കേട്ടല്ലോ. അതായത് ബൈജു പോലീസ് എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെ സമർപ്പിച്ച ഒരു തെളിവും കൃത്യമായ തെളിവുകളല്ല, അത് കുറെ എണ്ണം അടിച്ചിറക്കിയതാണ് എന്ന് അത് കോടതിയിൽ തന്നെ പൊളിച്ചടങ്ങുന്നു. ഇനിയും ഒരുപാട് വീഡിയോസും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം, അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും. അതുകൊണ്ടാണ്. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.